നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമം പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ₹30 കോടി ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തി. പുത്തൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടൽ പണികൾ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. COAയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിലായിരുന്നു ഉദ്ഘാടനം. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് ഉറപ്പു നൽകി പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ സ്വപ്നമാണ് KV കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും KV കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. KV കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഗുണഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടർ സൗജന്യമായി ലഭിക്കും. KV കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടാതെ കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSB നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും VD സതീശന്റെ ഉറപ്പ്. KV കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കളല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. കൂടാതെ KV കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് സ്വാഗതം ആശംസിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര നന്ദി അറിയിച്ചു. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആരുടെയും പുറകെ പോകാതെ കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ്. ആദ്യ നാളുകളിൽ ഏകദേശം 10-35 വർഷമായി കേരളത്തിൽ കേബിൾ TV വന്നിട്ട് ആദ്യ വർഷങ്ങളിലെല്ലാം തന്നെത്താനെ ഈ ലൈനെല്ലാം വലിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്ത് ഈ സംവിധാനം ഉണ്ടാക്കിയത്. ഇന്നത് വളർന്നു വലിയ കേരള വിഷൻ വലിയ ചാനലൊക്കെയായി വളർന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലേക്ക് നമ്മുടെ കേബിൾ TV നെറ്റ്വർക്ക് സംവിധാനം മാറി. ഇന്ന് 30 ലക്ഷം വരിസംഖ്യയുള്ള അത്രയും വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക. TV ചാനലുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ്. ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ചില കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തും ഉണ്ടായി. അന്ന് നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ എന്നെ കുറേ നാൾ ചില ചാനലുകൾ ബഹിഷ്കരിക്കുകയുണ്ടായി. നിങ്ങളത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. ഞാനത് ന്യായം ഇതാണ് എന്ന് തോന്നി. ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവനും കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി. ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി. അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിയും. അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നിങ്ങൾക്കന്ന് ആ ഭീഷണി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്
യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഉണ്ടാകുന്നത്. ആ അസോസിയേഷനിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറിയത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമം പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. 117 ഗുണഭോക്താക്കൾക്ക് ഒന്നാം ഘടവും 12 ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഘടവും അനുവദിച്ചു. എല്ലാവർക്കും വീടെന്ന ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ തുക ബ്ലോക്ക് പഞ്ചായത്ത് വിലയിരുത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു അധ്യക്ഷത വഹിച്ചു. TJ അഭിജിത്ത് പദ്ധതി വിശദീകരിച്ചു. BDO സന്തോഷ് കുമാർ ഗുണഭോക്താക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീവിദ്യ രാജേഷ്, മിനി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനി പ്രദീപ് കുമാർ സ്വാഗതവും എക്സ്റ്റൻഷൻ ഓഫീസർ MA ഷാജു നന്ദിയും അറിയിച്ചു. ആരുമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, PD അല്ല, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ബന്ധപ്പെട്ട മറ്റ് ജനപ്രതിനിധികളോ പഞ്ചായത്ത് പ്രസിഡന്റോ ആരുമല്ല എന്ന വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും കേന്ദ്ര സർക്കാർ തരുന്നത് ചെറിയ സംഖ്യ ആണെങ്കിൽ കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് അതിനോടൊപ്പം നിന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഏറ്റെടുത്ത് സമയബന്ധിതമായി നടപ്പാക്കാൻ വീടില്ലാത്ത ആളുകളുടെ എണ്ണം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ക്രമാതീതമായി കുറച്ചു കൊണ്ടുവരാൻ ഈ വർഷം കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ ഭവന നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം കൂടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ കാര്യമായ അപേക്ഷകൾ ഇതുപോലെ കൂട്ടത്തോടെ ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 117 കൊടുത്തു കഴിഞ്ഞു. 10 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും 3 വർഷമായി ബജറ്റ് വിഹിതമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 6 കോടി രൂപ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തി. എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി MK സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. INTUC യൂണിയൻ സെക്രട്ടറി P രമേശൻ നായർ ഉദ്ഘാടനം ചെയ്തു. CITU യൂണിയൻ സെക്രട്ടറി MS പ്രദീപ്, BMS യൂണിയൻ സെക്രട്ടറി VC ഷാജി, AC കണ്ണൻ, KK അബ്ദുൾ ഖാദർ, M വിജയൻ, മണികണ്ഠൻ, VV കൃഷ്ണകുമാർ, ഡേവിസ്, AR ജയപ്രകാശ്, രമേശൻ കരുമത്ര എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്. കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക, കമ്പനി ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക. നവീകരണം പൂർത്തീകരിച്ച കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക. കമ്പനി ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക. സർക്കാരും മാനേജ്മെന്റും നീതി പാലിക്കുക, സർക്കാരും മാനേജ്മെന്റും നീതി പാലിക്കുക. സർക്കാരും മാനേജ്മെന്റും നീതി പാലിക്കുക. സർക്കാരും മാനേജ്മെന്റും നീതി പാലിക്കുക. കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക, കമ്പനി ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക. കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക. കമ്പനി ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക. തൊഴിലാളിക്കം സിന്ദാബാദ്. തൃശൂർ കൂർക്കഞ്ചേരി വട്ടപ്പിനിയിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ സംഘങ്ങൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന വട്ടപ്പിനി സ്വദേശിയായ അക്കു എന്നറിയപ്പെടുന്ന അക്ഷയിനെ മയക്കുമരുന്നുമായി അറസ്റ്റിലായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി ഡാൻസ് സംഘവും നെടുപുഴ പോലീസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. അക്കു എന്നറിയുന്ന അക്ഷയ് നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമാണ്. അറസ്റ്റിലായ പ്രതി മൊബൈൽ ബൈക്ക് എന്നിവയുടെ റിപ്പയറിംഗിന്റെ മറവിൽ മയക്കുമരുന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് തൃശൂരിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് രീതി. തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സേനയിലെ അംഗങ്ങൾക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി യുവാവിനെ നിരീക്ഷിച്ച് നടത്തിയ നീക്കത്തിലാണ് മയക്കുമരുന്നുമായി ലഹരിവിരുദ്ധ സേനയുടെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ആലത്തൂർ MP K രാധാകൃഷ്ണന്റെ അമ്മ ചിന്ന അന്തരിച്ചു. ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്നായിരുന്നു അമ്മയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് MP ഫേസ്ബുക്കിൽ അറിയിച്ചത്. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി പുത്തൂർ സെന്റർ വീതികൂട്ടൽ പണികൾ ആരംഭിച്ചു. കുട്ടനല്ലൂർ മുതൽ കുരിശുമൂല വരെ 15 മീറ്റർ വീതിയിലാണ് പുനർനിർമ്മാണം. പുത്തൂർ സെന്ററിലെ കടകളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കി സ്ഥലം ഏറ്റെടുക്കുന്നത്. സ്വകാര്യ വ്യക്തികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകിയ ശേഷമാണ് ഏറ്റെടുക്കൽ പണികൾ. നിലവിൽ സെന്റർ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും വീതികൂട്ടൽ പണികൾ നടത്തിവരുന്നു. പല ഭാഗത്തും സ്ഥല ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡിന്റെ അലൈൻമെന്റ് ശരിയാക്കി അടുത്ത ഘട്ട പണികൾ ഉടൻ ആരംഭിക്കും.
പോലീസ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തൃശൂർ ടൗണിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പൈസ തട്ടിയ കേസിൽ പാലക്കാട് പുതിയ വീട്ടിൽ സിയാദ്, മുല്ലശ്ശേരി മുഹമ്മദ് സാലിഖ്, രായ്മരക്കാർ ഷിഹാബ് എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത്. അസം സ്വദേശിയെ 3 പേർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബലമായി കാറിൽ പിടിച്ചു കയറ്റി പണം ചോദിച്ചു മർദ്ദിച്ചു. മഫ്റ്റിയിലുള്ള പോലീസാണെന്നും 3 ദിവസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. അസം സ്വദേശി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. പോലീസിന്റേതിന് സമാനമായ ബ്രൗൺ ഷൂ, കാക്കി പാന്റ് എന്നീ മഫ്തി വേഷ സംവിധാനങ്ങളോടെ തെറ്റിദ്ധരിപ്പിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തി UPID മുഖേന പണം തട്ടിയെടുക്കാൻ തുടങ്ങിയതായി അറിവ് ലഭിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണ ചുമതലയിൽ അസിസ്റ്റന്റ് കമ്മീഷണറെ ഏൽപ്പിച്ചു. ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രഹസ്യമായി അന്വേഷണം നടത്തുന്നതിനിടയിൽ ഒരു പ്രതി സിയാദ് പോണ്ടിച്ചേരിയിലുണ്ടെന്ന് മനസ്സിലാക്കി. പ്രതി പോണ്ടിച്ചേരിയിൽ നിന്ന് എറണാകുളത്തെ ഒളി സങ്കേതത്തിലേക്ക് മാറുന്നതിനിടയിൽ പോലീസ് പിന്തുടർന്ന് പിടികൂടി. തുടർന്നുള്ള ദിവസങ്ങളിൽ 2 പേരെ തൃശൂർ എളവള്ളിയിൽ നിന്ന് പിടികൂടി. ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ, ഈസ്റ്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിപിൻ P നായർ, രാജേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ രജീഷ്, സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വർഷങ്ങളായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ദൂരപരിധി നോക്കാതെ പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ നിരക്കുകൾ കാലോചിതമായി പരിഷ്കരിക്കുക, ഏകപക്ഷീയമായി പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, ഇത് പരിഹരിച്ചില്ലെങ്കിൽ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്.
കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വിസ തട്ടിപ്പ് കേസിൽ പ്രതിപിടിയിൽ. മോസ്റ്റ് ലാൻഡ് ട്രാവൽസ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ മേലൂർ പാലപ്പിള്ളി സ്വദേശി മൂഴിക്കുളം വീട്ടിൽ മുകേഷ് മോഹനൻ എന്നയാളെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറളം സ്വദേശിയുടെ മകൾക്കു വേണ്ടി വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത്. 6 ലക്ഷം രൂപ മാത്രം തിരികെ നൽകി വിസയും തുകയും നൽകാതെ 15 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. പ്രതി സമാന രീതിയിൽ 12ഓളം കേസുകളിൽ കളമശ്ശേരി, കീഴ്വായൂർ, കൊരട്ടി, മഞ്ചേരി എന്നീ സ്റ്റേഷനുകളിൽ പ്രതിയാണ്. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ MJ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ബിബിൻ പി നായർ, ജിനോ പീറ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജു എന്നിവർ ഉണ്ടായിരുന്നു. ലഹരിക്കടിമപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിത്താഴെയിട്ട് കൊല്ലാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. ലഹരിക്കടിമപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സെയ്ദ് മുഹമ്മദ് എന്നയാളെ താഴേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ഷാജുവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദിനെ കൊലപ്പെടുത്താൻ തള്ളിയിട്ട സംഭവത്തിൽ അദ്ദേഹത്തിന്റെ മകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം ആരംഭിച്ചത്. ഷാജുവിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ സാലിം KS, ASIമാരായ സെബി MV, വൈഷ്ണവ് രാമചന്ദ്രൻ, ഗോപകുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അനിൽകുമാർ, വിഷ്ണു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കം കൊലപാതക ശ്രമത്തിലേക്ക്, പ്രതി അറസ്റ്റിൽ. ബസ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പൂമംഗലം എടക്കുളത്തുകാരൻ സതീഷിനെ ആക്രമിച്ച കേസിൽ സുന്ദരപാണ്ഡ്യനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റാർബെൻ സ്പെയർ പാർട്സ് സ്ഥാപനത്തിന് മുൻവശത്തു വെച്ചാണ് ആക്രമണം. തർക്കത്തിനിടെ നീ എന്ന് വിളിച്ചതിന്റെ വിരോധത്തിൽ സുന്ദരപാണ്ഡ്യൻ സതീഷിനെ തള്ളിയിട്ട് വാഹനത്തിന്റെ ബ്രേക്കിന്റെ ലൈനർ കൊണ്ട് തലയ്ക്കും മുഖത്തും അടിച്ചു. സതീഷിന് ആഴത്തിൽ മുറിവ് പറ്റി. വീണ്ടും അടിക്കാൻ ശ്രമിക്കുമ്പോൾ കൈകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൽ സുന്ദരപാണ്ഡ്യൻ സതീഷിന്റെ തള്ളവിരലിൽ കടിച്ച് പരിക്കേൽപ്പിച്ചു. കഠിനമായ അടിയേറ്റ് സതീഷിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു. കേസ് അന്വേഷണത്തിൽ സുന്ദരപാണ്ഡ്യനെ അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ്, ദിനേശ്, പോലീസ് ഓഫീസർമാരായ സനീഷ്, രഞ്ജിത്ത്, കൃഷ്ണദാസ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിയൂർ ജയിലിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന മിസ്റ്റർ കേരള ഫാഷൻ ഷോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ആദിത്യ അജിത്തിന് ജന്മനാടായ മുക്കാട്ടുകരയുടെ ആദരം. സ്വന്തം വീട്ടിൽ ചെന്ന് തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ആദരവ് കൈമാറി. ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായിക റിയ ബിന്നു മുഖ്യാതിഥിയും റിട്ടയേർഡ് SI K ജയകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. ആന്നം ജേക്കബ്, CG സുബ്രഹ്മണ്യൻ, ചന്ദ്രൻ വെളുത്തെടുത്ത്, ബിന്നു ഡയസ്, K മാധവൻ, ചന്ദ്രൻ കൊച്ചാട്ടിൽ, ശശി നെട്ടിശ്ശേരി, KA ബാബു, സ്മിത ബിജു, സിൻഡ സോജൻ, ജോസ് വൈക്കാടൻ, CB ബിബിൻ എന്നിവർ നേതൃത്വം നൽകി. മുക്കാട്ടുകര തരകത്ത് നിവേദ്യം വീട്ടിൽ അജിത്തിന്റെയും നിത്യയുടെയും മകനാണ് ആദിത്യ അജിത്ത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ കേരള ശാസ്ത്ര കോൺഗ്രസ് ഫെബ്രുവരി 8 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 7 മുതൽ 10 വരെ നടക്കുന്ന പരിപാടിയിൽ പ്രൊഫസർ MK ജയരാജ്, പ്രൊഫസർ KP സുധീർ, വൈസ് ചാൻസലർ B അശോക്, MC ദത്തൻ, ഡോക്ടർ കണ്ണൻ, CS വാര്യർ എന്നിവർ പങ്കെടുക്കും. ദേശീയ ശാസ്ത്ര പ്രദർശനം, തൃശൂർ ജില്ല നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ 6 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 50,000 രൂപ സമ്മാനം നൽകും. സമാപന സമ്മേളനം 10 ഉച്ചയ്ക്ക് 2:30 മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം കുറ്റുമുക്ക് സ്വദേശിയെയും സുഹൃത്തിനെയും അസഭ്യം വിളിച്ച് കല്ലുകൊണ്ടിടിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ വിയൂർ മണലാർകാവ് സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ സിബിനെ ഈസ്റ്റ് പോലീസ് പിടികൂടി. മുൻവൈരാഗ്യത്തിൽ
കുറ്റുമുക്ക് സ്വദേശിയെയും സുഹൃത്തിനെയും അസഭ്യം വിളിച്ച് ആയുധം തലയിലും മുഖത്തും ഇടിച്ച് വധിക്കാൻ ശ്രമിച്ചു. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. പ്രതിയെ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് കണ്ടെത്തി. നിരവധി കേസുകളിൽ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരം 2022 നാട് കടത്തിയിട്ടുള്ളതാണ്. 2024 6 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കരുതൽ തടങ്കൽ അടക്കമുള്ള കരുതൽ നടപടികൾ എടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPS അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ, ഈസ്റ്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിപിൻ P നായർ, രാജേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രജീഷ്, രാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, അജ്മൽ, സൂരജ്, സജി ചന്ദ്രൻ, അരുൺ എന്നിവർ ഉണ്ടായിരുന്നു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊഴുക്കിന്റെ 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഒല്ലൂർ സീനായ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഭൂരഹിതർക്ക് സൗജന്യമായി നൽകുന്ന സ്ഥലത്തിന്റെ ടോക്കൺ വിതരണം ശനിയാഴ്ച നടക്കും. മേയർ MK വർഗീസ് ഒല്ലൂർ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്യും. ചേലക്കര MLA UR പ്രദീപ് സ്ഥലത്തിന്റെ ടോക്കൺ വിതരണം നടത്തും. ജില്ലാ വ്യാപാര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് വള്ളൂർ, മരത്താക്കര സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ജേജു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സീനായ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ കൂന്തലി, അജിത് ആന്റണി, ഉണ്ണികൃഷ്ണൻ മങ്ങാട്ട്, MG പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വാഴാനി ഡിവിഷനിൽ 3 വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ പ്രവർത്തനത്തിലായി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയാണിത്. മുളകുന്നത്തുകാവിലും തെക്കുംകര പഞ്ചായത്തിലും ഇപ്പോൾ മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററിലുമാണ് വനിതകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വനിതാ ജിംനേഷ്യം ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണം എന്നാൽ മേക്കരുത്ത് കൂടിയാണെന്നുള്ള തിരിച്ചറിവാണ് ഈ പദ്ധതിയുടെ മുന്നോട്ടുവെക്കലിനുള്ള ലക്ഷ്യം. യുവതികൾക്കും വീട്ടമ്മമാർക്കും ചെറിയ നിരക്കിൽ വ്യായാമം ചെയ്യാം. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് വനിതാ ഫിറ്റ്നസ് ക്ലബ്ബ് ഒരുക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, പുഷ്പ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ തുളസി സുരേഷ്, സോഫി സോജൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി സുരേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഒരു മോഡൽ പ്രോജക്റ്റാണ്. വാഴാനി ഡിവിഷനിൽ
മുളങ്ങുന്നത്ത് കാവ് ഗ്രാമപഞ്ചായത്തിലും തെക്കുംകര ഗ്രാമപഞ്ചായത്തിലും ഇതുപോലെ മനോഹരമായ വനിതാ ഫിറ്റ്നസ് സെൻ്റർ നമ്മൾ ആരംഭിച്ചു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ ആ 2 ഗ്രാമപഞ്ചായത്തും നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് അവിടെ നല്ല രീതിയിൽ അത് ഗുഡ് വില്ലായി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാടക്കത്ര ഗ്രാമപഞ്ചായത്തും ഇത് 2 കൈയും നീട്ടി സ്വീകരിച്ച് പ്രധാന സെൻറ്ററിൽ തന്നെ നമ്മുടെ യുവതികൾക്കും വിദ്യാർത്ഥിനികൾക്കും വീട്ടമ്മമാർക്കും നമ്മുടെ പൊതു സഹോദരിമാർക്കൊക്കെ വന്നു പോകാൻ കഴിയുന്ന ഒരു സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് പണം മാത്രമല്ലല്ലോ, ആരോഗ്യമാണ്, മെയ്ക്കരുത്താണ്. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുക. പ്രഷറും ഷുഗറും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പ്രത്യേകത, നമ്മൾ രോഗികളാകുമ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ കൈകാലുകൾ കൊണ്ട് പറ്റാതെ വരുമ്പോഴാണ് പലരും വ്യായാമത്തെക്കുറിച്ച്, എക്സസൈസിനെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. മറ്റു പല രാജ്യങ്ങളും അങ്ങനെയല്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു റെഗുലറായിട്ട്. പൊന്നൂക്കര ഭരതയിൽ പാറമടയിലെ വെള്ളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാണാതായ കല്ലൂർ സ്വദേശിയുടെ മൃതദേഹമാണ് വെള്ളക്കെട്ടിൽ കണ്ടെത്തിയത്. കല്ലൂർ പൂണിശ്ശേരി സ്വദേശി പണക്കാരൻ വീട്ടിൽ 38 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. ചൊവ്വാഴ്ച മുതൽ കാണാതായ ഷാജുവിനു വേണ്ടി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വ്യാഴാഴ്ച പാറമടയിൽ മൃതദേഹം കണ്ടത്. ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞു. പുതുക്കാട് പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. അവിവാഹിതനാണ് ഷാജു. ചേനൻ അമ്മിണി ദമ്പതികളുടെ മകനാണ്. ബാബു, സിന്ധു, ഉമ, സുധ, സുജ, സുനിത എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമം പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. 30 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തി. പുത്തൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടൽ പണികൾ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.